നമ്മുടെ യുക്രൈനിൽ നിന്ന് വരുന്നുണ്ടല്ലോ, അതായത് മുഖാമുഖം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് റഷ്യൻ പ്രസിഡന്റ് പുടിന് ഡയറക്റ്റായിട്ട് കത്തെഴുതിയെന്നും പറയുന്നു. അപ്പോൾ മാത്രമല്ല ട്രംപിൻ്റെ നിലപാട് തള്ളി സ്വന്തം പാർട്ടിക്കാരുടെ പിന്തുണയോടെ യുക്രൈൻ സഹായ പദ്ധതി അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസ്സാക്കിയെന്ന വാർത്ത കൂടി വരുന്നു. ട്രംപിനും അത്ര നല്ല കാലമല്ല ഇത്. നമ്മൾ സാധാരണ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ് ഈ ഇറാൻ പ്രശ്നം വരുന്നതിന് മുമ്പ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം മലയാളികളെ സംബന്ധിച്ചിടത്തോളം 40 ലക്ഷം മലയാളികളുള്ള പശ്ചിമേഷ്യ മേഖല, മിഡിൽ ഈസ്റ്റ് മേഖലയാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് ഒരു പക്ഷേ ഉക്രൈനെ കുറിച്ച് നമ്മൾ അധികമായിട്ട്, കാരണം കഴിഞ്ഞ 4 വർഷത്തിലേറെയായി അവിടെ യുദ്ധം നടക്കുകയാണ്. 2022 ഫെബ്രുവരിയിൽ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഏതാണ്ട് 4.5 വർഷത്തിലേക്ക് കടക്കാൻ പോവുക. യുദ്ധം തീർന്നിട്ടില്ലെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി കത്തെഴുതിയിരിക്കുന്നത്. ഉക്രൈൻ്റെ പ്രസിഡന്റ് എതിരാളിയായ റഷ്യൻ പ്രസിഡന്റിന് കത്തെഴുതിയിരിക്കുന്നു. അതിന് കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ട്. താങ്കൾക്ക് പ്രായമായല്ലോ, പുട്ടിനോട് പറഞ്ഞിരിക്കുക, പ്രായമായല്ലോ, തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും താങ്കൾ ഞാനുമായിട്ട് നേരിട്ട് മുഖാമുഖം ചർച്ച നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും പുടിൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നേരത്തെയുള്ള ആവശ്യങ്ങൾ പുടിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടികളാണ്. കാരണം ഇറാൻ പ്രശ്നത്തിൽ ട്രംപിൻ്റെ പാർട്ടിക്കാർ തന്നെ ട്രംപിനെ തള്ളി സെനറ്റിൽ 47-നെതിരെ 50 വോട്ടുകൾക്ക് ഒരു തവണ പരാജയപ്പെടുത്തി. വീണ്ടും അദ്ദേഹത്തിനെതിരെ അധികാരങ്ങൾ എടുത്തു കളയാനുള്ള ഇതിലും പരാജയം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ജനപ്രതിനിധി സഭയിൽ ഈ മണിക്കൂറുകളിൽ നടന്ന വോട്ടെടുപ്പിൽ 195-നെതിരെ 226 വോട്ടുകൾക്കാണ് ട്രംപ് പരാജയപ്പെട്ടത്. ട്രംപിന് ഭൂരിപക്ഷമുള്ള സഭയാണ്. അവിടെ 31 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു. ട്രംപ് വിളിക്കുന്നത് ഒരു ദേശസ്നേഹമില്ലാത്തവരാണ് ഈ ഡെമോക്രാറ്റുകളും ഞങ്ങളുടെ പാർട്ടിയിലെ ചിലരും എന്നാണ് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ ട്രംപിൻ്റെ കൈവിട്ട് പോവുകയാണ് അമേരിക്കയിൽ. അതുകൊണ്ട് ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആശ്വാസമാണ് നമുക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.